1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫുൾ എനർജിയിലല്ലേ? പിന്നെ കിറ്റ്, സ്പെഷ്യൽ പെർഫോമൻസ്, വൈറൽ സ്റ്റാർ, വൺ മാൻ ഷോ, അങ്ങനെ പല പല ഐറ്റങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് തരും. ഓക്കെ. കൈയടിക്കാൻ കോട്ടയം കിടങ്ങൂർ നാളെ ഇറക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നന്നായിട്ട് ചിരിക്കുക കേട്ടോ പിടിക്കാച്ചി. അതിന് ഫസ്റ്റ് സാധനം ഇറക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്തൊരു ഒരു സ്പെഷ്യൽ ടീമാണ്. സ്പെഷ്യൽ ടീം എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡ് സ്കിറ്റുകൾ തരുന്ന ടീമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെറുപറാന്നൊന്നും വരത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന ഓരോ ഫീൽ ഗുഡ് സ്കിറ്റുകൾ തന്നിട്ട് പോകും. സുമിയുണ്ട്, മനോജ് വലഞ്ചുഴിയുണ്ട്, സെൽവരാജ് ഉണ്ട്. ടീം SMS ഒരു നല്ല കൈയടി. ബ്രോക്കർ കൃഷ്ണൻകുട്ടി ചേട്ടനെ ഒന്ന് വിളിച്ചേക്കാം. ഹലോ. ഓ ഹലോ കൃഷ്ണൻകുട്ടി ചേട്ടാ, ലീലാമ്മയാ. മനസ്സിലായി. നമ്പർ എന്റെ ഉണ്ടല്ലോ ലീലാമ്മ. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. കൃഷ്ണൻകുട്ടി ചേട്ടന്റെ അടുത്ത് പറഞ്ഞാലേ നടക്കത്തുള്ളതാ വിളിച്ചത് കേട്ടാ. പറഞ്ഞട്ടെ, ലീലാമ്മയ്ക്ക് എന്ത് ആവശ്യം ഉണ്ടല്ലോ കൃഷ്ണൻകുട്ടി ചേട്ടൻ സമ്മതിച്ച് നടത്തി തരത്തില്ലേ അങ്ങ്? എനിക്കറിയാം. അതെ, എന്റെ മോനാണെങ്കിൽ ഗൾഫിൽ പോയായിരുന്നു. എനിക്കറിയാം. ഈ ലീവിന് വന്ന് പോകുമ്പോ ചെറുക്കനെ പിടിച്ച് അങ്ങ് കെട്ടിക്കണം. അത്രേ ഉള്ളൂ. അത് ഈ കൃഷ്ണൻകുട്ടി ഏറ്റവും ആ ചെറുക്കൻ ഇങ്ങോട്ട് വന്നോട്ടെ, നമുക്ക് സെറ്റാക്കി കളയാം. ഉപേക്ഷ കുറ്റം വിചാരിക്കല്ലേ. ഇല്ല. അതാ. എന്നാ ശരി, എന്തായിരുന്നു? അതെ, ഞാൻ കഴിഞ്ഞ ദിവസം മൊബൈലിൽ ഒരു സൂത്രം അയച്ചായിരുന്നു. ഇതുവരെ നോക്കിയില്ലല്ലോ. അത് സൂത്രം നോക്ക്. ഒരു മിനിറ്റ് നോക്ക്. ഇതെന്തോ ടുക്ടു? എന്റെ തുടിക്കുന്ന ഹൃദയം. ഇനി ഈ തുടിക്കുന്ന ഹൃദയം അയച്ചാൽ ഞാൻ തുടുപ്പിനടിക്കും. ഞാൻ എന്റെ കൊച്ചിന് ഞാൻ തന്നെത്താനെ കണ്ടുപിടിച്ചോളാം. തുടിക്കുന്ന ഹൃദയം. പ്രകാശോ? അപ്പച്ചി ശരിയല്ല. പ്രകാശോ? അപ്പച്ചി ശരിയല്ല. പ്രകാശോ? അപ്പച്ചി ശരിയല്ല. ഇത് കൂടുതൽ എങ്ങനെയാടാ? എന്തുവാ ആ പിച്ച ശരിയായില്ലെന്ന് പറഞ്ഞു. ആ പിച്ച് ശരിയല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ അപ്പച്ചി കാണിക്കുന്നത് ശരിയല്ല. ഞാൻ എന്തോ കാണിച്ചടാ? അപ്പച്ചി, ഇവിടുത്തെ മക്കു എങ്ങനെ ഗൾഫിന് പോയത്? അവൻ ഫ്ലൈറ്റിൽ പോയി. ബാക്കിയുള്ളെല്ലാം നിരങ്ങിയല്ലേ ഗൾഫിലോട്ട് പോകുന്നത്. അപ്പച്ചി എന്നോട് വന്ന് കരഞ്ഞു ചോദിച്ചിട്ട് എന്റെ ഭാര്യയുടെ മാല ഞാൻ അപ്പച്ചിക്ക് തന്നത്. അപ്പം പോയി കഴിഞ്ഞ 6 മാസം കഴിഞ്ഞ് ആ മാല തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു, ഇതുവരെ ആ മാല തിരിച്ചു തന്നില്ല അപ്പച്ചി. എടാ തിളയ്ക്കാതെ പ്രകാശ, അത് ഈ പറഞ്ഞ മാതിരി പെട്ടെന്നൊരു വിസ വന്ന് കയറി അങ്ങ് പോയി. അവിടെ ചെന്ന ഉടനെ എടുത്തു വെച്ചേക്ക് വന്നോ ജോലി. അവൻ പതുക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അറബി ജോലി കൊടുത്തു കഴിഞ്ഞ് ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുവോ? അവനൊന്ന് പിടിച്ചു വരട്ടണോ, മാല അങ്ങ് എടുത്ത് തന്നേക്കാ. അപ്പച്ചി അവള് പണങ്ങി പോയേക്കാ മാലയുടെ പേരിലറിയോ? അത് പറയല്ലേ പ്രകാശ, നിന്റെ ഭാര്യ പണങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് മാലയുടെ പ്രശ്നം കൊണ്ടൊന്നല്ല, നിന്റെ സ്വഭാവം കൊണ്ട്. എന്റെ സ്വഭാവം ഈ അപ്പച്ചി പറയുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. നിനക്ക് കഴിവില്ല. ആര് പറഞ്ഞു കഴിവില്ലെന്ന്? ആ മാലയുടെ പേരും പറഞ്ഞ് അവളോട്ട് അടി ഉണ്ടായ കൂട്ടത്തിൽ അവളൊരു തോട്ടത്തിനകത്ത് തേങ്ങ കെട്ടി എന്നെ നെഞ്ചത്തടിച്ചു. ഞാൻ തടഞ്ഞു നിന്നു. എനിക്ക് കഴിവില്ലയോ? എന്നാലും സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചത് വളരെ മോശമായി പോയടാ. ഒരു മോശമായില്ല. തേങ്ങ വെച്ച അടി കിട്ടിയത് നല്ല വിലയാ. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും നല്ല വില കൂടി അടിയായിരിക്കും കിട്ടിയത്. എടാ നിനക്ക് വിവരവും ബുദ്ധിയും ഉണ്ടോ? അവൾ അത്ര തന്റെ അടിയായിട്ടില്ലേ നിന്നെ തേങ്ങയ്ക്ക് അടിച്ചത്? അപ്പൊ ഒരു കാര്യം വേണം, എന്റെ ഭാര്യയെ കുറിച്ച് അനാവശ്യം പറഞ്ഞേക്കല്ലേ. അവൾക്ക് നല്ല ദയുള്ള ഹൃദയമുള്ള അവള്. അവിടെ കാലെ പിടിച്ച് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവൾ അന്നേരം അടി നിർത്തും. ആണ് ദയുള്ള ഹൃദയമുള്ള അവള്. അപ്പൊ മാല തരാനെ കൊണ്ട് എന്തൊരു കഷ്ടമാണെന്ന് പറയടാ. നീ ഒരു ഇത് പെട്, നീ ഇപ്പം അങ്ങോട്ട് ചെല്ല്, മാല തരാം. ഇന്നും മാല തന്നില്ലെങ്കിൽ നാളെ ഞാൻ ഉണ്ടാവില്ല. അതെന്ത് നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ കുറച്ചാൾ മുമ്പ് ഉണ്ടായതില്ല, അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത്. എന്റെ വായി കൊണ്ടത് കേൾക്കരുത്. നീ കുറച്ച് നാൾ മുന്നേ ഉണ്ടായത്. മാല തന്നേ പറ്റത്തുള്ളൂ. ഇവിടെ ആരുമില്ലേ? ആര് പറഞ്ഞു ഇവിടെ ആരുമില്ലെന്ന്? വടക്കൊണ്ടാക്കുന്ന ഞാനും കേൾക്കുന്ന അപ്പിച്ച് ഇവിടെ ഇല്ലയോ? ആരാണ്? മനോജിന്റെ അമ്മയല്ലേ? ഈശോണ്ണോ? എനിക്ക് ഉണ്ടല്ലോ. മുണ്ടും ഉടുപ്പും ഉണ്ടോ? ഉണ്ടല്ലോ. ഞാൻ പെണ്ണാന്നോ? അല്ല. പിന്നെ ഞാൻ മനോജിന്റെ അമ്മ ആവുന്നത് എങ്ങനെയാടാ? അല്ലല്ല, ചേട്ടൻ്റെ അടുത്തല്ല. ആ നിൽക്കുന്നത് മനോജിന്റെ അമ്മയല്ലേ? അതെനിക്കറിയത്തിന് കാര്യമില്ല. മനോജിന്റെ അമ്മ എനിക്കറിയത്തിന് കാര്യമില്ല. അപ്പിച്ചേ ഓർത്ത് വെച്ചോണം. ഇങ്ങോട്ട് മാറിയുന്നേ. മാസ്ക് ആവുന്നു ഇവിടെ. കാര്യമില്ല, മാസ്ക് ആവുന്നു. ഓർത്ത് വെച്ചോണം. ഭയങ്കര ദേഷ്യം, ഭയങ്കര ചൂടനാന്ന് തോന്നുന്നല്ലേ? എന്തോ ചെയ്യാനാ? പുള്ളിയൊക്കെ ആണെങ്കിൽ ഈ BP-യുടെ ഗുളിക ഭയങ്കര BP ആയിരിക്കും പുള്ളിക്ക്. കിണറ്റില് കലക്കി തൊട്ടിക്ക് കോരി കുടിക്കുന്ന മനുഷ്യനായിരിക്കും അല്ലേ?
അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇതേപോലുള്ള ക്ലീശ തമാശക്ക് ചിരിക്കാറുമില്ല, ആസ്വദിക്കാറുമില്ല. ആ പോയത് ആരാന്നറിയാവോ? എന്റെ ആങ്ങളയുടെ പുത്തനെന്നാ. പുത്തനെന്നാ? അത് പിന്നെ കൗണ്ടർ രാജ കിട്ടുന്ന ഒരു കൗണ്ടർ ആയോണ്ട് അത് നിൽക്കും. അത് പുത്തനെന്നാ? അല്ല, ആരാ മനസ്സിലായില്ല? ആരാ മനസ്സിലായില്ല? ഞാൻ മനോജിന്റെ അമ്മ അല്ലേ? എന്റെ പൊന്നു കുഞ്ഞെ, ആരാ ഈ മനോജ്? ആരാന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത്? മനോജിന്റെ വീടും അല്ല, ഞാൻ മനോജിന്റെ അമ്മയും. ഇത് മനോജ്. ഈ 3 പെണ്ണുങ്ങളോ? അയ്യോ, അത് പ്ലേറ്റ് വെച്ചെടുത്ത അതല്ലേ? അയ്യോ, ഇത് മക്കു, എന്റെ മോൻ. അവനങ്ങ് ഗൾഫിലാ. മക്കു. അത് അല്ല, മനോജ് എന്നാ നമ്മളവിടെ വിളിക്കുന്നേ. അയ്യോ, സത്യം പറഞ്ഞാലേ പിന്നെ കൊച്ചിലെ മുതൽ മക്കു എന്ന് വിളിച്ചിട്ട് ഇവന്റെ യഥാർത്ഥ പേര് മനോജാന്ന് ഞാൻ അങ്ങ് മറന്നുപോയി. മക്കളുടെ പേരെന്തുവാ? എന്തോ പറഞ്ഞിട്ടെന്തുവാ? സ്വന്തം മോന്റെ പേരങ്ങ് മറന്നു വെച്ചേക്കുമല്ലേ? എന്റെ പേര് പറഞ്ഞിട്ടെന്തുവാ? അത് മറന്നിട്ട് ഇവിടെ നിന്ന് എന്നെ കുരിക്കടിക്കാനാ? അതല്ല. അപ്പൊ കണ്ട, അപ്പൊ ഞാനും അവനും ഒരുമിച്ച് റൂമിലായിരുന്നേ. അതുകൊണ്ട് വാടക ഞാൻ തരണോ? അതല്ലമ്മ, അവിടെ ഒരുമിച്ച് റൂമിലായിരുന്നു. അപ്പൊ അവൻ ഒരു പൊതി എന്റെ തന്നു വിട്ട് അമ്മേനെ തരാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് എന്റെ കല്യാണമായി. അപ്പൊ നേരെ ഫ്ലൈറ്റിൽ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ച് നേരെ ഇനി വന്നിട്ട് ഇത് തന്നേച്ചങ്ങ് പോകാനുള്ള പരിപാടിയായിരുന്നു വഴിയിലെ കൂടെ. നീ വന്ന വഴിയാന്നോ അതോ പോകാനുള്ള വഴി വെട്ടുന്നത്? നിർത്തി പറ. എനിക്ക് പ്രത്യേകിച്ച് ധൃതിയൊന്നുമില്ല. നീ സാവധാനം പറഞ്ഞാ പിടിച്ചു. ഇത് മനോജ് തന്നു വിട്ടതാണ്. മക്കു. ഓ ശരി, മക്കു തന്നു വിട്ടതാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ എന്നാ. എനിക്ക് ഇപ്പഴേ പോകനെ, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് തന്നിട്ട് പോവാൻ പറഞ്ഞു. അതെ. ഗൾഫിൽ ഇത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. മോനൊന്നും കൊണ്ടുവന്നില്ലയോ? ഒന്നും കൊണ്ടുവന്നില്ലമ്മ. അതെന്താ അങ്ങനെ കൊണ്ടുവരാത്ത? ഒന്നാമത്തെ കാര്യം 30 കിലോ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നീ എങ്ങനെ വന്നേ? ഒരു 19 കിലോ ഉണ്ടല്ലോ. അതല്ലമ്മ, വെയിറ്റ് ആയിട്ട് നമുക്ക് 30 കിലോ. മനസ്സിലായി. ഈ കല്യാണം ആരുടെയാന്ന് പറഞ്ഞേ? കല്യാണം എന്റെ കല്യാണം അമ്മ. കല്യാണം അടുത്ത ആഴ്ച. എവിടെ പെണ്ണിനെ എവിടെ കിട്ടുന്നേ? പെണ്ണ് കോഴിക്കോടുന്നാ. കോഴിക്കോടുന്നോ? അയ്യോ, ഞാൻ വന്നിരിക്കും. വണ്ടി വിടാവോ? വരണ്ട. അല്ല എനിക്ക് കാലിന് വാദത്തിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങ് കോഴിക്കോട് വരെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാ. ഇപ്പൊ അമ്മയ്ക്ക് കാലിന് വാദം ഉണ്ടെന്ന് പറഞ്ഞ് കോഴിക്കോട് എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ അമ്മ? എന്റെ കല്യാണം നടക്കട്ടെ അമ്മ, എങ്ങനെയെങ്കിലും എനിക്ക് പോണോ അമ്മ. അല്ല ഇതെന്തുവാ? അല്ല ഇത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ല. അല്ല അത് മനസ്സിലായി. ഇതിനകത്ത് എന്തോ 2 തുള. അതൊരു 2 പിസ്ത ഞാൻ കൈയിട്ടെടുത്തതാ. ഒരു കടക്കാരൻ വന്നപ്പോ നിങ്ങൾ പൈസ കൊടുത്തല്ലോ. എന്റെ മാനതാ. കടക്കാരനോ? ഒരു കടക്കാരൻ വന്ന് ചോദിച്ചപ്പോ പൈസ കൊടുത്തല്ലോ. ഒരുത്തർ അങ്ങോട്ട് പോയല്ലോ പൈസ. കടക്കാരനല്ല, അത് തന്നതാ എനിക്ക്. ഞാൻ അത് മേടിച്ചു തന്ന്. ഇത് സമാധാനപ്പെടും. ഞാൻ പറയട്ടെ, നമ്മുടെ മക്കു ഇല്ലേ, നീ അവിടെ ഇരിക്കേ. മക്കുവിന്റെ കൂട്ടുകാരനെ ഈ ചെറുക്കനെ. ഈ ചെറുക്കൻ ഗൾഫിൽ നിന്ന് വന്നപ്പം അവൻ കൊടുത്തു വിട്ടാന്ന് ഇത്. ഇവിടെ ഒട്ടിച്ചു കേട്ടോ. പൈസ അല്ലേ, നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഓ എടാ, ഇതേ ബദാമുണ്ട്, പിസ്തയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. വേണം നിനക്ക്? ഓ, ഞാൻ അത് കാണാതെ കിടക്കുമല്ലേ? അപ്പൊ നിനക്ക് വേണ്ട. അപ്പൊ നീ കാണാതെ കിടക്കുമെന്ന് പറഞ്ഞു. ഞാൻ കാണാതെ കിടക്കുമല്ലേ? ഇതൊക്കെയുള്ള സംഭവം. ഇതെന്തുവാടാ ഇവിടെ ഒരു പെട്ടി? വേണ്ട, തുറന്ന് എന്തെങ്കിലും പലഹാരമാണ്. മധുരവെള്ളത്തിന് സാധനം. മാറി നീ നോക്കട്ടെ. മാല. അറിയാ, ഞാൻ ഇവിടെ വന്ന് ചോദിക്കും. എനിക്ക് കിട്ടണം മാല. എന്റെ മാലതാ. അതല്ല അത്. എടാ എന്ത് വട, ഞാനൊരു ആഗ്രഹത്തിന് ഒരു ദിവസമെങ്കിലും ഞാൻ ഇട്ടോണ്ട് നടക്കട്ടെ. കഷ്ടം ഉണ്ടടാ. കണ്ടോ എന്നാ എന്റെ കുന്ത. ഇനി അപ്പച്ചി കുപ്പച്ചി എന്ന് പറഞ്ഞോണ്ട് ഈ വീട്ടിലോട്ടൊക്കെ കയറിയാലുണ്ടല്ലോ. പിന്നെ അതൊന്നും പോയില്ല. നീ പോയില്ല. അല്ലമ്മ, ഞാനേ ഒരു സംഭവം ഉണ്ടായി. ആ പൊതി മാറിപ്പോയമ്മ. പൊതി മാറി. സാരല്ലേ, കുഞ്ഞു പൊതിയാണേലും കുഴപ്പമില്ല. അല്ലല്ല, ഞാൻ ഇത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാ. അപ്പൊ ഇത് സെറ്റ് ചെയ്തതാ. ഇത് വേറെ പൊതിയാ. മറ്റേ ഗൾഫിൽ നിന്ന് ഇളക്കിക്കൊണ്ടൊന്നും വന്നില്ലെന്ന് പറഞ്ഞതോ? അല്ല, അത് അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ പറഞ്ഞല്ലേ അമ്മ. ഞാൻ വേറൊരു പൊതിയാ തന്നിട്ട് അത് മാറിപ്പോയി. വണ്ടി ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് തരാം. ഇത് പൊട്ടിച്ചാ അമ്മ? ഇതിനകത്തൊരു മാല ഉണ്ടായിരുന്നു അമ്മ. മാലയോ? മാല ഉണ്ടായിരുന്നു. മോൻ കൊടുത്തുവിട്ട മാല. മക്ക കൊടുത്തിട്ട് മാല. അത് കിട്ടിയ അതിന് തന്നേക്കമ്മ. ഞാൻ വൈഫിന് വേണ്ടി മേടിച്ച കല്യാണം. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വേണ്ട പ്രകാശന്റെ കൊടുത്താ മാല. ആ മാല തന്നേക്കേട്ടെ. ഒരു മാല അല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ചിന് വേണ്ടി മേടിച്ചേ. അതല്ല, ഞാൻ 2 വർഷത്തിന് മുമ്പ് ഇവർക്ക് കൊടുത്ത മാല. അതിന് ഭാരം കൊടുത്തു വിട്ട മാല. ഞാൻ തരത്തില്ല. എന്റെ മാല. അല്ല, ആ മാല തന്നേക്കേട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പൊതി മാറിപ്പോ. ഞാനിപ്പോ വണ്ടി നിർത്തി തരാം അമ്മ. ആ പൊതിയാ. ആ മാല തന്നേക്കട്ടെ. എന്റെ മാല നേരത്തെ വാങ്ങിച്ച മാലയ്ക്ക് ഭാരം തന്ന മാല. ഈ മാല ചേട്ടൻ എന്തിനാ? എന്റെ അമ്മാവന്റെ മോടെ കല്യാണത്തിന് എനിക്കിത് കൊടുക്കണം. അമ്മാന്റെ പോണം. കീരിക്കാട്ട് വാസവനമ്മാവൻ. കീരിക്കാട്ട് വാസവനമ്മാൻ. കീരിക്കാട്ട് വാസവനമ്മാൻ അറിയത്തില്ലയോ? ഈ താടിയൊക്കെ വെച്ച് കട നടത്തുന്നേ. താടിയൊക്കെ വെച്ച് കട നടത്തി കഴിഞ്ഞാൽ വല്ല കച്ചവടം നടക്കൂ? അതല്ലെന്ന്. ഈ താടിയൊക്കെ ഉള്ള ഒരാൾ പന്തളത്ത് കട നടത്തുന്നത്. അമ്മാന്റെ മോള് മഞ്ജുവിന്റെ കല്യാണമാണ്. മഞ്ജു? മഞ്ജുവിന്റെ ആരാണ്? മഞ്ജുവിന്റെ അമ്മാവന്റെ മോളെ. ഞാൻ കിട്ടുന്ന മഞ്ജുവിനല്ലേ?
ഞാൻ കെട്ടുന്ന മഞ്ജുനല്ലേ? പ്രകാശ അതെന്താ സംഭവം എന്ന് പറയും. എന്താ നമ്മുടെ ബന്ധക്കാരൻ മഞ്ജുനെ ഞാനല്ലേ കെട്ടുന്നേ? മഞ്ജുനല്ലേ ഞാൻ കെട്ടുന്നേ? അതേ നീ തന്നേ അല്ലല്ല ഞാനിക്ക് നമുക്ക് പ്രസൽ എന്താ മാല മഞ്ജുന് ഞാൻ പ്രസിഡന്റിന് കൊടുക്കാതിരിക്കുന്നതാ. ഇതിപ്പോ എന്റെ തന്നാലും ഞാൻ മഞ്ജുന്റെ കയ്യിൽ തന്നെ ഇത് എത്തൂലോ, അപ്പൊ വിഷയമില്ലല്ലോ. ഇത് എനിക്കിത് കൊടുത്തിട്ട് വേണം ചെറുനാരങ്ങ വാങ്ങിക്കാൻ. എനിക്ക് നിർബന്ധമാണ് ചെറുനാരങ്ങ തരത്തില്ലത്. അല്ല ഇത് നീ തന്നേക്കുന്നേ. അല്ല ഞാനിത് മഞ്ജുന് കൊടുത്താൽ ഇത് നിന്റെ കൈ വരുമല്ലോ. അല്ല ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞാലോ, മഞ്ജുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാലോ, ചേട്ടന്റെ പേരെന്തുവാ? ചേട്ടന്റെ പേരെന്തോ? എന്റെ പേര് പ്രകാശൻ. പ്രകാശൻ എന്ന് പറഞ്ഞാൽ സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു ചേട്ടൻ എനിക്ക് ഇന്റെ തന്നു മാല മഞ്ജുവിന് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തരാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ബന്ധത്തിലുള്ള അറിയാലോ, പ്രകാശനെ അറിയായിരിക്കുമല്ലോ മഞ്ജുവിന്. സുന്ദരക്കട്ടപ്പൻ എന്ന് പറഞ്ഞാൽ മതി, പ്രകാശൻ അന്നേരം നമുക്ക് കത്തും. അറിയാം. അപ്പൊ പിന്നെ എന്റെ തന്നോളൂ, ഞാൻ കൊടുക്കൂലേ? നമ്മൾ ബന്ധുക്കാരല്ലേ. അവിടെ അങ്ങനെ പറഞ്ഞിട്ടേ കൊടുക്കാവൂ. പിന്നെ കൊടുത്ത് അങ്ങനെ പറഞ്ഞു കൊടുക്കുള്ളൂ, അല്ല പിന്നെ ഞാൻ കൊടുക്കൂ. അയ്യോ ഞാൻ നേരത്തെ അങ്ങ് വരും. നിന്നെ സ്വീകരിക്കാൻ നേരത്തെ നാസരത്തിന്റെ ഫ്രണ്ട് ഞാനായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നാശത്തിന്റെ സൗണ്ട് വെളി കേക്കണ്ടേ? അല്ല പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന ശരി അമ്മ, ശരി അമ്മ. അപ്പച്ചി അറിഞ്ഞോ എന്തുവാ? ഈ ചെറുക്കൻ നമ്മുടെ ബന്ധുക്കാരനാകാൻ പോവാ. ആ പോയവൻ ആ നമ്മുടെ ബന്ധുക്കാരൻ. എന്റെ പ്രകാശ നിനക്ക് അത്ര ബുദ്ധിയില്ലയോ? അല്ലാതെ തേങ്ങക്കടി ഇട്ടിട്ട് എനിക്ക് തോന്നി നിനക്ക് എന്തോ വെളുവേട് സംഭവിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങ് സ്ഥിരീകരിക്കുക. ഞാൻ ചെറുക്കൻ പറഞ്ഞില്ലേ, നമ്മുടെ പൂടിക്കാട്ടെ നമ്മുടെ രാഘവനമ്മാന്റെ മോളെ മഞ്ജുവിനെ അവൻ കെട്ടുന്നതെന്ന് അവൻ കറക്റ്റായിട്ട് അത് പറഞ്ഞില്ലേ? എടാ അവൻ പറഞ്ഞാന്നോ? നീ അങ്ങോട്ട് അവന്റെ ചെവിയിലോട്ട് ഓതി കൊടുത്ത് അവൻ അത് പിടിച്ചെടുത്ത് വളർത്തി. എന്നിട്ട് നിന്റെ കയ്യിൽ നിന്ന് മാലയും മേടിച്ചോണ്ട് അവൻ പോയി. അപ്പൊ അവൻ എന്നെ പറ്റിക്കുമായിരുന്നു. എടാ അവൻ നിന്നെ ഒരിക്കലും പറ്റിക്കത്തില്ല, പറ്റിച്ചിട്ടുമില്ല. കാരണം അവനൊരു പ്രവാസിയാ. കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് അധ്വാനിച്ച മുതല് ദൈവമായിട്ട് അവന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അതാ എന്റെ മാലതാ, എന്റെ മാലതാ. എതാൻ പറ്റില്ല, എന്റെ മാലതാ. കേട്ടില്ല? എന്റെ മാലതാ. നിന്റെ മാല നിന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച മാലയ്ക്ക് പകരം ഇച്ചിരി മുന്നേ ഞാൻ നിനക്കൊരു മാല തന്നായിരുന്നോ? അതെന്തിയേ? അതാ അവന് കൊടുത്തത്. അത് നിന്റെ മാല ആയിരുന്നോ? ആയിരുന്നു. അപ്പൊ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച മാലയും ഇപ്പൊ ഞാൻ തന്ന മാലയും നമ്മൾ തമ്മിലുള്ള മാലയുടെ ഇടപാട് തീർന്നേ. അപ്പച്ചേ ഞാൻ ഈ മാലയുടെ പേരിൽ അപ്പച്ചി ഇങ്ങനെ വടക്കുണ്ടാക്കിയത് അപ്പച്ചി പിണങ്ങല്ലേ എന്നോട്? എനിക്കെന്തോ വേടാ, കുഴപ്പമില്ല, എനിക്ക് അതിനൊന്നും വിഷമമില്ല. ഞാൻ അപ്പം ഊർമളയൊക്കെ പോയി വിളിച്ചിട്ട് വരട്ടെ അവരെ വീട്ടിൽ നിന്ന്. എന്തോനാടാ പാമ്പ് പിടിച്ച് ചോദിച്ചാ അവൾ അവിടെ വീട്ടിൽ തന്നെ ജീവിക്കട്ടെ. എടാ നിന്നെ പോലൊരു മണ്ടന്റെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇച്ചിരി കഷ്ടപ്പാടാന്നേലും ഇച്ചിരി ബുദ്ധിമുട്ടാന്നേലും സന്തോഷമായിട്ട് സുഖമായിട്ട് അവൾ അവിടെ വീട്ടിൽ ജീവിക്കുന്നതാ നല്ല. ഞാനല്ല മണ്ടൻ, പിന്നെ അപ്പിച്ചിയാ മണ്ടി. എന്തുകൊണ്ടാ നീ അങ്ങനെ പറഞ്ഞത്? അപ്പിച്ചിക്ക് ഞാൻ തന്ന ചെറിയൊരു മാലയല്ലേ, അപ്പിച്ചി എനിക്ക് തന്ന വലിയൊരു മാലയായിരുന്നു. കൈയടി. നല്ല ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ലൈവായിരുന്നു. കാര്യം തുടക്കം തൊട്ടേ സുമിയുടെ എന്താണ് സുമി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഈ നമ്മുടെ സ്റ്റേജുമായിട്ട് അങ്ങ് ഇഴുകി ചേർന്നല്ലേ. ഇവിടെ കയറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ ഭാവങ്ങളും ചലനങ്ങളും നോട്ടങ്ങളും മാറ്റം. കാര്യം നമുക്കതൊരു സ്കിറ്റ് കാണുന്ന ലാഘവത്തോടു കൂടി കാണാൻ പറ്റൂലായിരുന്നു. ഇത് അത്ര രസമായിട്ടാണ് നിങ്ങൾ 3 പേരും വെച്ചത്. വലിയ സംഭവമൊന്നുമല്ല, എങ്കിലും ആ ഉള്ള സംഭവത്തിൻ്റെ അകത്തൊരു കഥയുണ്ട്, ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ആങ്ങളയുടെ വന്ന നിഷ്കളങ്കനായ ഒരാങ്ങളയുടെ മോനെ ഗൾഫിൽ നിന്ന് വന്നയാളും നിഷ്കളങ്കനായ കാര്യം അതിൻ്റെ അകത്തൊന്നും കള്ളത്തരങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ ബന്ധം കറക്റ്റായിരുന്നോ? അതായത് പുള്ളിയുടെ കസിൻ ഒരു പെണ്ണിനെയാണ് സെൽവരാജ് കെട്ടാൻ പോകുന്നത്. വെറുതെ പറഞ്ഞതാ, മാല കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞോ? ഈ അളിയൻ അത് വിശ്വസിക്കുകയും ചെയ്തു. കാര്യം സ്ഥലം കോഴിക്കോടല്ലേ പറഞ്ഞിരുന്നത്. ഇത് ഈ അപ്പച്ചിയുടെ മോൻ പിന്നെ അത് പന്തളത്തെ പത്തനംതിട്ട കണ്ടല്ലേ പറഞ്ഞേ. കല്യാണം കാലിക്കട്ടല്ലേ. സുമി പറഞ്ഞു കൊടുത്തതാണ് കറക്റ്റ് കാര്യം. നിങ്ങളെ പറ്റിച്ച് എന്നുള്ളത് സുമിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, സുമിയുടെ ക്യാരക്ടറിയ കാര്യം മനസ്സിലായി. അല്ല അതിന്റെ എൻഡും പറഞ്ഞല്ലോ, ആ പുള്ളി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അർഹതപ്പെട്ട ആൾക്ക് തന്നെ ആ സാധനം തിരിച്ചിട്ട്. അപ്പം മൊത്തത്തിലൊരു വൃത്തി ഉണ്ടായിരുന്നു സ്കെറ്റ് കാണാനായിട്ട്. ചിരിക്കാൻ ഒരുപാടുണ്ടോയെന്ന് നോക്കിയാൽ ഒരുപാട് ചിരിക്കാനൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ അഭിനയത്തിൽ നമ്മൾ അങ്ങ് മുഴുകിപ്പോയി, അത് വേണം പറയാം. എന്നാൽ അത്യാവശ്യത്തിന് ചിരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ കുറച്ചുകൂടെയൊക്കെ തമാശകൾ ചേർക്കാം ഇനി കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ ഈ പാറ്റേണിലേക്ക് കൊണ്ടുവരാതെ കുറച്ചുകൂടെ തമാശകളൊക്കെ ചേർത്തെടുത്താൽ കുറച്ചുകൂടെ വൃത്തിയാകും ഇത്. അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മണിക്കൂട്ടാ. സുമി, മനോജ് ഭായ്, സെൽവരാജ് ഭായ്, ഇത് ഓക്കെ ആയിരുന്നു.
ഓക്കെ എന്ന് പറഞ്ഞാൽ പോരാ, ഈ നിങ്ങളുടെ പ്ലേ എബോവ് ഓക്കെ ആയിരുന്നു. പക്ഷെ ആ സ്കിറ്റിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഞാൻ പറയാം, നിങ്ങൾക്ക് എത്രയോ സ്റ്റേ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനൊരു കണ്ടന്റ് കിട്ടുമ്പോഴത്തേന് അതിനെ നീറ്റായിട്ട് എൻ്റെ ഏരിയ കറക്റ്റായി ചെയ്ത് മറ്റുള്ളവർക്ക് പ്ലേ ചെയ്യാനായിട്ടുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. അവരെ ഏരിയ കറക്റ്റാക്കി എനിക്കും പ്ലേ ചെയ്യാൻ പറ്റുക. പിന്നെ ഇതിനെ പിടിച്ചു നിർത്തിയത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും മിസ്സായില്ല, നിങ്ങളത് കൊണ്ട് ആ ക്ലൈമാക്സ് കൊണ്ട് എത്തിച്ച് പിന്നെ നിങ്ങളുടെ പ്ലേയിലെ ഗുണമെന്ന് പറയുമ്പോൾ നിങ്ങളെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ നമ്മൾ വന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെയാണ് ഈ ഒരു നോർമൽ സംഭവത്തെ എബോവ് ആക്കി മാറ്റിയത്. അത് ചിലപ്പോൾ പറയും ഇതൊരു ബിലോ ആവറേജ് സിനിമ എബോ, അങ്ങനെയല്ല. ഇതൊരു എബോവ് ആവറേജ് ഒരു പ്ലേ തന്നെയാണ്. നിങ്ങളുടെ പ്ലേ അതിനെ സൂപ്പർ ഹിറ്റാക്കി മാറ്റി. എനിക്ക് എന്തായാലും ഇഷ്ടമായി കേട്ടോ. താങ്ക് യു കുട്ടൻ ചേട്ടാ. ഒരു എന്താ പറയണത്, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയുന്ന ഒരു സ്കിറ്റായിരുന്നു. കാരണം നിങ്ങളുടെ മറ്റുള്ള സ്കിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അത്രയും തമാശ ഇതിനകത്തില്ലെങ്കിലും നമ്മൾ കണ്ടിരുന്നു പോകുന്ന ഒരു പ്രകടനമാണ് മൂന്നുപേരും കാഴ്ചവെച്ചത്. കാരണം സുമിയൊക്കെ എനിക്ക് തോന്നുന്നത് വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അമ്മമാരൊക്കെ നമ്മൾ അടുക്കളയിൽ കയറൂലേ, എല്ലാ കാര്യം A to Z അമ്മക്കറിയാൻ പറ്റും എന്ന് പറയുന്ന പോലെ സുമിയെ കയറി കഴിഞ്ഞാൽ ഒരു കുടുംബമാണെങ്കിൽ പറയണ്ട, കുടുംബമാണെങ്കിൽ അതിനെ ഒത്തുചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കളി എന്ന് വെച്ചാൽ സുമിയുടെ ഭയങ്കരമാണ്. ഒരു ലൈഫ് കളിയാണത്. കോമഡിക്ക് ആണെങ്കിലും ശരി, അത് കാര്യത്തിൽ ആണെങ്കിലും ശരി, ഗൗരവമുള്ള കഥാപാത്രമാണെങ്കിലും ശരി. അപ്പോൾ അതേപോലൊരു സംഭവം ഇതിനുണ്ടായിരുന്നു. കാരണം ഈ നമ്മുടെ മോനും സുമിയും കൂടെയുള്ള ആദ്യത്തെ കുറേ കോംബോ സാധനങ്ങളൊക്കെ വളരെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു നീറ്റ് ആൻഡ് ക്ലീനിലാണ് പോയത്. പടപടയെന്നുള്ള കൗണ്ടർ ഇല്ലെങ്കിലും നമുക്ക് ഒരു എന്താ പറയുന്നത് കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ മണിക്കുട്ടൻ പറഞ്ഞിട്ട് ഒരു വീട്ടിലിരിക്കുന്ന സംഭവം നമ്മൾ ഇവിടുന്ന് കാണുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ സെൽവരാജ് വന്നത് എനിക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു ഗുമ്മായിട്ട് തോന്നി. പക്ഷേ ക്ലൈമാക്സോടെ അടുത്തപ്പോഴാണ് ഈ പുള്ളിക്കാരൻ്റെ ക്യാരക്ടറെ കുറിച്ചുള്ള ഗൗരവം മനസ്സിലായത്. ക്ലൈമാക്സ് ഈ പറഞ്ഞ പോലെ ഗംഭീര ക്ലൈമാക്സ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നണ അത് വേണമെങ്കിൽ ഒരു മെസ്സേജായിട്ട് എടുക്കാം, തമാശയായിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല, കൂടുതൽ തമാശകളായിട്ട് അടുത്ത പ്രാവശ്യം പറയണം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മാർക്ക് കൊടുക്കാം. ആരാണ് ആദ്യം? മണിക്കൂട്ടാ. 13,000 രൂപ. രജിക്കുട്ടൻ ചേട്ടാ. രജിക്കുട്ടൻ ഇങ്ങനെ ചെയ്താൽ മതി, ഞാൻ കൊടുക്കാം. അവൻ അസരിക്കതാ. ഒരാൾ 13,000 തന്നു. ഞാനും 13,000 രൂപ. 26,000 രൂപ. രജിക്കുട്ടൻ ചേട്ടാ. ഞാൻ നസീർക്ക് പറഞ്ഞോളാം, ഇങ്ങനെ തരാം. ടോട്ടൽ 60,000 രൂപ. നല്ല എമൗണ്ടാണ്. അടുത്ത പ്രാവശ്യം ഉഷാർ ഐറ്റമായിട്ട് വരൂ. ശരി അപ്പച്ചി. ശരി. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം ഏറയിലേക്ക് പുതിയ 3 അംഗങ്ങൾ വരുന്നു. ഒരു പുതിയ ടീം, ഒരു പുതിയ കോമ്പിനേഷൻ. അതാണ് വേണ്ടത് നമുക്ക്. നമ്മുടെ കുടുംബം വലുതായിക്കൊണ്ടിരിക്കുന്നു. വിളിക്കട്ടെ. വിഷ്ണു ഉണ്ട്, രാജേഷ് ഉണ്ട്, ബിനീഷ് ഉണ്ട്. ഒരു നല്ല കൈയടി അവരുടെ ഫസ്റ്റ് സ്കിറ്റാ. ഞാൻ പൊൻകുന്നൻ ചന്ദ്രൻ. അതിവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനേ കൊച്ചു മോഷണമൊക്കെ ആയിട്ട് നടത്തിയിരിക്കുകയായിരുന്നു. മാല, വള, കമ്മല്, പേഴ്സ്, ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബി. എനിക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഈ ATM. ഈ മോഷണമൊക്കെ ഒന്ന് നടത്തിയിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം. ഒച്ച വെക്കല്ലടാ. എന്നാ ആശാനെ? നമ്മുടെ ഗ്രാമമല്ല, സിറ്റിയാ. ഇതാണോ സിറ്റി? ഇതാണ് ATM കൗണ്ടർ. അങ്ങനെയാണ് ഇതിനകത്ത് ഒരു 10-15 കൗണ്ടർ എടുത്താൽ ഫ്ലവേഴ്സിൽ കൊണ്ട് അടിക്കത്തില്ലായിരുന്നു? അതെന്തിനാണ്? ഇഷ്ടം പോലെ പൈസയും കിട്ടും, നമുക്ക് ഈ മോഷണം അങ്ങ് നിർത്തുകയും ചെയ്യത്തില്ലേ? എന്റെ ദൈവമേ, അത് കോമഡി കൗണ്ടർ, ഇത് ATM കൗണ്ടർ. ഇത് മോട്ടിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എടാ, ഇതിന്റെ വയറ് നിറയും കാശാടാ. ആണോ? എത്രയും പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ നടത്തണം. നല്ല വേദനയുണ്ടല്ലേ? അതെന്നാടാ? മൂലക്കുരുവിന്. അതെന്നാ നീ പറഞ്ഞേ? പിന്നെ ആശാൻ പറഞ്ഞ് ഓപ്പറേഷൻ നടത്തണമെന്ന്. എടാ, വലിയ കള്ളങ്ങളൊക്കെ നടത്തുമ്പോ അവര് പറയുന്നതാണ് ഓപ്പറേഷൻ. അയ്യോ, അല്ലാതെ പിന്നെ ഈ ചക്കയും മാങ്ങയൊക്കെ മോട്ടി നടന്ന നിന്നെ കൂട്ടി എന്നെ വേണമല്ലോടാ പറയാ. ആശാനെ എന്തുവാടാ? ആശാന്റെ അരുമ ശിഷ്യനല്ലായിരുന്നോ ഉള്ളി? അല്ലടാ, ഉണ്ണി. അവനെന്നാ വരാഞ്ഞത്? എടാ, അവനെ ഇന്നലെ ലാപ്ടോപ്പ് മടി വെച്ചോണ്ടേ ഈ വർക്ക് ചെയ്യാതെ പെട്ടെന്നൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. എന്നിട്ട് ഉണ്ണിയുടെ മടിയിൽ നിന്ന് ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ചു. അയ്യോ, എന്നിട്ട് ഉണ്ണിക്ക് വല്ലതും പറ്റിയോ ആശാനെ? ഉണ്ണിക്കേ പറ്റിയുള്ളൂ. നീയേ ഒരാളെ ഇപ്പൊ കൊണ്ടുവരാന്നുണ്ട്. അവനെന്തിടാ? ആശാനത്തെ അനിയെത്തി. ഇങ്ങനെ മീശ വെച്ച അനിയത്തി എനിക്ക് കൊണ്ടോടാ. ആശാനെ,
അതെന്റെ കുഞ്ഞമ്മയുടെ മോൻ അനി ആ അനിയത്തി എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ വ്യക്തമായിട്ട് പറയണം. ആശാനെ അനി ചുമ. ഒരാൾക്ക് ചുമ, മറ്റൊരാൾക്ക് പനി. ഇവന്മാർക്ക് ഇതെന്തു പറ്റി? ആരോഗ്യ മന്ത്രാലയം പരസ്യം പറഞ്ഞു കഴിഞ്ഞായിരുന്നോ? ഞങ്ങൾക്കൊന്ന് തുടങ്ങണമായിരുന്നു. കണ്ടിന്യൂ. പോയി ആട്ടെ എവിടുന്ന് വരുന്നു? ആട്ട എവിടുന്ന് വന്നു എന്ന് എനിക്ക് അറിഞ്ഞു. ഇവിടെ ഞാൻ കൈ കാണിച്ചു, അതവിടെ നിർത്തി അതിൽ കയറി ഞാൻ ഇവിടെ ആട്ടോയെ വന്ന കാര്യമല്ല, നിന്റെ വീട് എവിടാന്ന്? അങ്ങ് മങ്കമ്പില. മാവിന്റെ കൊമ്പേ വീട് വെക്കാൻ നീ എന്നെ കാക്കയാണോടാ? എടാ ചിരിക്കണം പറഞ്ഞ കേട്ടില്ലേ? അയ്യോ ആശാനെ അതല്ല, പിന്നെ ആലപ്പുഴ ജില്ലയിലെ മാങ്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട്. മാങ്കൊമ്പ്? അതെ. നീ ഇങ്ങോട്ട് വന്ന എന്തിനാന്നറിയോ? എനിക്കൊരു ധാരണയില്ല. ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഇതാ മഹാബാങ്ക് അറ്റം. അറ്റമോ? ഇത് മോട്ടിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. അയ്യോ മോട്ടിക്കാനാ? മോട്ടിക്കുന്ന പാവല്ലേ ആശാനെ? അവര് ചോദിച്ചു കഴിഞ്ഞാൽ അവര് തരത്തില്ലേ? ചോദിച്ചോറിനെ എടുത്തുകൊണ്ട് തരാൻ നിന്റെ അമ്മാവിന്റെ അലമാരിയല്ല, ഇത് ATM കൗണ്ടറാ. ഇതിനകത്തുള്ള പൈസ നമ്മൾ മോട്ടിക്കുമ്പോ നമ്മൾ ലക്ഷപ്രഭുക്കളാവുകയല്ലേ? ആശാനെ അങ്ങനെയാണ് എനിക്ക് അതിനകത്ത് ഒരു 1500 രൂപ തരണം. അതെന്തിനാ? എനിക്ക് അടുത്ത ആഴ്ച ഒരു ഇസഹാക്കിന്റെ ലോൺ അടയ്ക്കാനുണ്ട്. ഇസഹാക്കോ? അതെന്തുവാ? അതൊരു ഒരു മൈക്രോ ഫിനാൻസ് ലോണാണെന്ന്. എടാ മൈക്രോയും മാക്രോ ഒക്കെ അവിടെ ഇരിക്കട്ടെ. ആശാനെ ഒരു ബൾബ്, എനിക്കൊരു ബൾബ് തരാമോ? ബൾബ്. അതെന്തിനാ? ഇത് ഹോൾഡറിനകത്ത് ഇടാനായിരുന്നു. അത് ഹോൾഡർ അല്ല, CCTV. ആശാനെ നമുക്കിത് മോട്ടിക്കുന്നതിനേക്കാളും നല്ലത് അല്ലാതെ എങ്ങനെ പണമെടുക്കാം എന്നൊന്ന് പറഞ്ഞേ. പിന്നു കുത്തണം. എങ്ങനെ? അതിനൊക്കെ ഒരു പിന്നു കുത്തിയാലേ പൈസ എടുക്കാൻ പറ്റുള്ളൂ. അതായിരുന്നു എന്റെ ലാകപ്പാട് ഒരു പിന്നേ ഉള്ളൂ. അത് ഊരിക്കഴിഞ്ഞാൽ ഈ പാന്റ് അങ്ങ് ഊരിപ്പോകും. അത് അവിടെ തന്നെ വെച്ചാ മതി. നീ പിന്നു കുത്തി നാളെ കിടക്കണമെന്നില്ല. ആശാനെ എനിക്കൊരു സംശയം. എന്നാ പറയടാ? ഈ ATM-നകത്ത് അങ്ങനെ പൈസ വന്ന് കയറുന്നേ? സാറ്റലൈറ്റ് വഴി. സാറ്റലൈറ്റ് വഴി. അതെങ്ങനെ ആശാനെ? എടാ ആകാശത്ത് വെച്ച് നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഇൻഗ്രേഡ് ആവും. അത് അവിടുന്ന് പേപ്പർ രൂപേണ വന്ന് ഈ കുടുക്കോ? ഇതെല്ലാം ബാങ്കിന്റെ കുടുക്ക. എടാ സുനി, അനി 16 കൊല്ലം. നീ എന്നെ നരേന്ദ്രപ്രസാദ് കളിക്കണം. നിങ്ങൾ കുളപ്പള്ളിയപ്പം കാണിച്ചല്ലേ? അതല്ലെന്ന്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വിളിച്ചാ. എടാ നമ്മൾ കള്ളന്മാരാണോ? നമ്മുടെ ജീവിതത്തിൽ കൈവിട്ടു പോയ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ. എനിക്കറിയാം. എന്തുവാടാ? ഭാര്യ. അയ്യോ എടാ ഈ ആംബുലൻസിന്റെ ഒച്ച കേട്ടപ്പോ അവൻ എന്നാ ഓടിയേ? ആശാനപ്പോ ഒന്നും അറിഞ്ഞില്ലേ? എന്തുവാടാ? അവന്റെ ഭാര്യ കഴിഞ്ഞാറ്റ ഒരു ആംബുലൻസ് ഡ്രൈവറോട് ഒളിച്ചോടി പോയതാ. അവളെന്നെ തിരിച്ചു കൊണ്ടാൻ വരുവാണെന്നും കണ്ടാൻ പേടിച്ചോടിയതാ. അവര് പോയി. കക്കടാ കക്കടേ കക്കടാ കക്കടേ. എടാ മോട്ടിക്കാന്ന്. അതായിരുന്ന കക്കട. അയ്യോ നീ എന്താ കളിക്കുന്നേ? ആശാന്റെ നിക്കറ് കയറിയിരിക്കുവാ. അത് കുഞ്ഞപ്പൻ കീറിയതാടാ. ആ കുഞ്ഞപ്പനെ എടുക്കും. എന്റെ ആശാനെ നിക്കറ് വലിച്ചു കയറിയ. അയ്യോ ഞാൻ ഇങ്ങനെ മുമ്പേ കുഞ്ഞപ്പൻ കീറിയെന്നാ പറഞ്ഞു. ഇനി എങ്ങനെ കുനിയല്ലേ ആശാന? ആശാനെ ഈ നിക്കറ് കീറിയ കഥ പറയാതെ നമ്മളിവിടെ വന്നത് എന്തിനാന്ന് പറ. എടാ നീ അത് നല്ലപോലെ പൊളിച്ചടിക്കി വെക്ക്. ഞാനിപ്പോ വണ്ടി വിളിച്ചോണ്ട് വരാം. എടാ സുനി നീ പിന്നെ ഒന്ന് സഹായിക്കടാ. എനിക്ക് സൗകര്യമില്ല ആശാനെ. പാല പൂത്തെന്ന് തോന്നുന്നു. അതെങ്ങനെ പൂക്കാണ്ടിരിക്കൂടാ? ഈ കഴിഞ്ഞ പ്രളയത്തിനില്ലേ എന്തേരം വെള്ളം കയറിയ സ്ഥലമാണെന്നറിയോ? എന്തോന്ന്? ഈ കോട്ടയത്തുള്ള പാല. കോട്ടയം പാലല്ല, പാല വരെ പൂത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായിരുന്നു. എടാ ഈ പാലപ്പൂവിന് മണം അടിച്ച് എനിക്ക് ഭയങ്കര തലവേനടാ. അങ്ങനെയാണ് എന്റെ ഒരു ഒറ്റമൂലിയുണ്ട്. അതെല്ലാ റയിലും ഉണ്ട്. അതല്ലത് എന്റെ കയ്യിലെ ഒരു ഒറ്റമൂലിയുണ്ട്. ഇങ്ങോട്ട് കൈ നീട്ട്. ഇത് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ എല്ലാ തലവേദന പോകും. പക്ഷെ ഈ തേക്കിന്റെ ഇവിടെ അറിയോ? മൂർധാന്യത്തിൽ അവിടെ വേണം അങ്ങോട്ട് തേച്ച് പിടിപ്പിര്. നീ ആരും വരുന്നുണ്ടോ നോക്കിയാ? ഞാൻ തേച്ചിട്ട് വരാം. പാല പൂത്തു ATM പൊട്ടിക്കും. പാല പൂത്തു ഞാൻ ATM പൊട്ടിക്കും. ആശാന തേച്ചാ എന്നിട്ട് കാണുന്നില്ലല്ലോ. മൂർത്താവിലല്ലേ ചേച്ചേ? മൂർത്താവില്ല. മൂർത്താവ് തിരിച്ചറിഞ്ഞെടുത്ത മനുഷ്യന്റെ കൂടെയുള്ള ദൈവമേ ഞാൻ മോട്ടിക്കാൻ വന്നത്. ഇതെവിടെ കൊണ്ടിച്ച് തേച്ചത്? കാര്യം നോക്കി. ആശാനെ അതിന്റെ അകത്ത് കിടന്നൊരു ബോർഡ് കെട്ടി. ബോർഡ്? ഇത് നല്ല നീല കളറാണോടാ. ഇത് കൊള്ളാം. ഇത് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ATM മെഷീൻ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഇടുക്കി ജംഗ്ഷനിലേക്ക് മാറ്റിയിരിക്കുന്നു. അയ്യോ നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? അമ്പടെ കൊത്തുകളാ. എടാ തിരിഞ്ഞ തിരുവനന്തപുരം, മറിഞ്ഞ മംഗലാപുരം, അടിച്ച പോലീസ് സ്റ്റേഷൻ, പിടിച്ച സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ് നടന്നവനാണ് ഈ പൊൻകുന്നൻ ചന്ദ്രൻ. അയ്യോ ഉഗ്രൻ ഉഗ്രൻ കൈയടി.
വേദിയിലെ നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബത്തിലേക്ക് പുതിയ 2 പേരുടെ രേഷൻ നേരത്തെ വന്നിട്ടുണ്ട്. നസീർക്ക, 3 പേർക്കും വേദിയിലേക്ക് സ്വാഗതം. രാജേഷ് നേരത്തെ വന്നിട്ടുണ്ടല്ലേ? അങ്ങേയറ്റത്തേക്കുന്ന ആളുടെ പേര് വിഷ്ണുവിന് പേടിയുണ്ടോ? ഇല്ല. സ്റ്റേജിൽ കയറിയപ്പം മൊത്തത്തിൽ ആ അഭിനയത്തിൽ ഒരു പേടി ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ട് മൊത്തം നിലത്ത് നോക്കിയാണ് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാറ്റണം. ഇത് നിങ്ങൾക്കുള്ള വേദിയാണ്. നിങ്ങൾക്ക് വന്ന് ഞങ്ങളെ ഏത് വിധത്തിലോ ചിരിപ്പിക്കാം. അതിനുള്ള വേദിയാണ്. അതുകൊണ്ട് ഇവിടെ ഭയം ഒന്നും വേണ്ട. ഫ്രീ ആയിട്ട് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമുള്ള സ്റ്റേജാണ്. പിന്നെ സ്കിറ്റ് ഫസ്റ്റ് ടൈം അല്ലേ വന്നത്. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. ചിരിപ്പിക്കുന്ന കാര്യത്തിലും ആക്ഷൻ്റെ കാര്യത്തിലും മൊത്തം ചലനങ്ങളിലും ഒക്കെ ഒരു ചെറിയ പോരായ്മകളുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാലൻസ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് പറ്റിപ്പോയതാണ്. സാരമില്ല. 1, 2, 3 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ ഇതെല്ലാം മാറി ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഇവിടുത്തെ ഗ്രൂമേഴ്സും ഒക്കെ ആയിട്ട് സിങ്കായി കഴിയുമ്പം അത് റെഡിയാകും. നമ്മുടെ അമ്പലപ്പറമ്പിലോ ഉത്സവപ്പറമ്പിലോ ഒക്കെ ചെയ്യുന്ന ഒരു രീതി വിട്ടിട്ട് ഇത് ഇത്രയും ക്യാമറയുടെ മുമ്പിലാണ് ചെയ്യുന്ന ചില മിമിക്രി ആക്ഷൻസുകളുണ്ടല്ലോ. നമുക്ക് സ്റ്റേജിൽ അത് ചിലപ്പോൾ വിൽക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ ഒന്ന് മെരുക്കിയെടുത്ത് നമ്മുടെ ഗ്രൂമേഴ്സുമായിട്ട് സംസാരിച്ച് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് അടുത്ത പ്രാവശ്യം വളരെ ഗംഭീരമായിട്ട് ഒന്നുകൂടെ കയറാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ, നിങ്ങൾക്ക് നല്ല കൗണ്ടറുകളും നല്ല സാധനങ്ങളും കിട്ടിയാൽ അത് അടിച്ച് ഏൽപ്പിക്കാൻ നല്ല കഴിവുള്ള 3 പേരും കേട്ടോ. കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റിയിരുന്നു. നിങ്ങൾ വന്ന ഉടനെ തന്നെ കൗണ്ടറാണ് പറഞ്ഞത്. ഈ കൗണ്ടർ ഉണ്ടായെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സിൽ കൊണ്ടു കൊടുത്തുകൂടെയെന്ന്. അങ്ങനെയുള്ള കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അത് കറക്റ്റായ സമയത്ത് കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ പറഞ്ഞ് നസീർക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ നിലവിൽ നിൽക്കുന്ന ടീമിൽ ഉൾപ്പെടാൻ പറ്റുന്ന ഒരു ടീമായിട്ട് തന്നെ നിങ്ങൾ മാറും. അത് യാതൊരു സംശയമില്ല. കാരണം അതിനുള്ള കഴിവ് നിങ്ങൾക്ക് 3 പേർക്കുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നികത്തിക്കൊണ്ട് അടിപൊളിയായിട്ട് വരണം. നിങ്ങൾ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം അതിഗംഭീരമായിട്ട് വരണം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മണിക്കുട്ടാ, ഗിരീഷ് ഭായ്, രാജേഷ് ഭായ്, വിഷ്ണു ഭായ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ദ ബെസ്റ്റ് അറ്റംപ്റ്റ് എന്നാണ്. അത് ബെസ്റ്റ് തന്നെയായിരുന്നു. കാരണം ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. പൊട്ടിച്ചിരിക്കാനായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. അതിൽ പൊട്ടിച്ചിരിച്ചു പോയതായ ആംബുലൻസ് വരുമ്പോൾ ഓടിയിട്ട് നമ്മൾ വിചാരിച്ച് വേറെ ഒരുപാട് കൗണ്ടർ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അവൻ്റെ ഭാര്യ ഒരു ആംബുലൻസ് ഡ്രൈവറോട് ഒളിച്ചോടി പിന്നെ അവളെ എങ്ങാനും തിരിച്ചു കൊണ്ടുവരുന്നതാണോ. അത് പൊട്ടിച്ചിരിപ്പിച്ചൊരു മൂമെൻ്റ് ആയിരുന്നു കേട്ടോ. അതെന്തായാലും സ്പെഷ്യൽ കൈ കൊടുത്തേ പറ്റുള്ളൂ. അപ്പം അതുപോലെ നമുക്ക് ചിരിക്കാൻ പറ്റിയ മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന നമ്മൾ പറയുന്ന ഒരു ബെസ്റ്റ് ടീമെന്ന് പറയുന്ന ഒരു 10 ടീം എടുക്കുമ്പോൾ അതിൽ ഒരു ടീമായി എത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള കാലിബറുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു മണിക്കുട്ടാ. അല്ല വിഷ്ണു വീട് എവിടെയാണ്? സ്ഥലം എവിടെയാ? പമ്പവാലി, ശബരിമല അടുത്ത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, ഭാര്യയും 2 പിള്ളേരും. മക്കളുടെ പേരെന്താ? ഭവൻ, അപ്സര. വൈഫിന്റെ? സിനി. ഓക്കെ. ഒരു പ്രാവശ്യം ഇവിടെ വരുമ്പോൾ അവരെയും കൂടെ ഒന്ന് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ സാർ. ജോലി എന്താണ് ചെയ്യുന്നത്? ഡ്രൈവർ. കാറ്, ബസ്, ഓട്ടോ എല്ലാം ഓടിക്കും. മിടുക്കൻ. രാജേഷിന്റെ വീട്ടിൽ ആരൊക്കെയാ? അമ്മ, ഭാര്യ, 2 മക്കൾ. സ്ഥലം എവിടെയായിരുന്നു? ഉരുപ്പൊയ്ക. അത് ഏത് ഭാഗത്താണത്? അത് ആറ്റിങ്ങിൽ നിന്ന് അവനോഞ്ചേരി പോകുന്ന റൂട്ടാണ്. സ്ഥലം നോക്കിയിട്ട് ഒരു പിടിയും കിട്ടണല്ല. അതൊരു കൊച്ചു ഗ്രാമമാണ്. എനിക്ക് അവിടുത്തെ ഗ്രാമത്തിനെ പുറത്തു കൊണ്ടുവരണം. ഓക്കെ, അടിപൊളി. വീട്ടിലാരൊക്കെ? വൈഫിന്റെ പേര് പറഞ്ഞില്ല. രമ്യ. മക്കളുടെ പേര് രേഷ്മ, ഒരാളുടെ പേര് സാവന്യ. അമ്മ വത്സല. രാജേഷ് എന്താ ചെയ്യണത്? ജോലി എന്താണ്? ഞാൻ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. ഏതിലാ? എവിടാ? ഞാൻ ഈ സീരിയല്, സിനിമ ഇതൊക്കെ. ഓ ശരി. ബിനീഷ. എൻ്റെ വീട് പൊൻകുന്നം. പപ്പായും അമ്മയും ഭാര്യയും 2 പിള്ളേരുണ്ട്. പേര് പറയും മക്കളുടെ? ജുവാന മൂത്ത ആള്, ജോഹാൻ രണ്ടാമത്തെ. ബിനീഷിന് ജോലി എന്താ? ഞാൻ ഡ്രൈവറാ. അപ്പൊ എന്തായാലും 3 പേര് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മുടെ കുടുംബത്തെയും കൂടെ ഇവിടെ കൊണ്ടുവരണം. നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. ഐശ്വര്യയുടെ ആരാണ് ആദ്യം? ഞാനൊരു 5000 രൂപ ഐശ്വര്യമായിട്ട് അങ്ങ് തരികയാണ്. 5000 രൂപ മണിക്കണ. ഞാനൊരു 6000 രൂപ ഐശ്വര്യമായിട്ട് തരും. 11000 രൂപ ആദ്യത്തെ ട്രാൻസ്ഫർ ഇവരുടെ അക്കൗണ്ടിലേക്ക്. ഇത് എന്താണെന്ന് നോക്കൊന്നും വേണ്ട. നമുക്ക് ഊരിപ്പോയിക്കാം. എന്താണ് ഉരുപോയിക്ക? നമുക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന്റെ ഒരു തുടക്കമായിട്ട് മാത്രം വിചാരിച്ചാൽ മതി. ഇതേ പിടിക്കുന്നു. ടോട്ടൽ എമൗണ്ട് ഇവിടെ 25,000. ഓക്കെ, ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു ടോക്കൺ ആയിട്ട് കണ്ടാൽ മതി. വലിയ എമൗണ്ടുകൾ വരട്ടെ. നല്ല സ്കിറ്റുമായിട്ട് വന്ന് ഞങ്ങൾ എല്ലാവരും ചിരിപ്പിക്കുക. ഓക്കെ, ഉരുപ്പുകയെ നമ്മൾ പുറത്ത് കൊണ്ടുവരും. ഓക്കെ,
ശരി. അധികം ചോദ്യങ്ങളോ വർത്തമാനങ്ങളോ ഒന്നും ഇല്ല. ചിരിച്ച് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും എനിക്കിത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, കോട്ടയം കിടങ്ങൂരുകാർ ക്ഷീണിച്ചിട്ടുണ്ട്. നന്നായിട്ട് പോയി കിടന്നുറങ്ങാം. അടുത്ത എപ്പിസോഡ് ഇതിലും ഉഷാറായിട്ട് നമ്മൾ ചിരിക്കാൻ വരും. തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവൻ, ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.